ഹായ് സ്റ്റുഡൻസ്. എൻ്റെ പേര് അഖിൽ ടി എസ്. സോ നമുക്ക് തുടങ്ങാല്ലേ. നമ്മൾ ഈ വട്ടം പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണലിസം ഇൻ ബിസിനസ്. ബിസിനസ്സിൽ എങ്ങനെയാണ് നമ്മുടെ പ്രൊഫഷണലിസം കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ആദ്യം പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ബിഹേവ് ഈസ് നെസസറി ഫോർ എ ലോങ് ടേം സക്സസ് ഓഫ് എ ബിസിനസ്, വെദർ ഇറ്റ് ഈസ് എ ബിഗ് കോർപ്പറേഷൻ ഓർ എ സ്മോൾ ബിസിനസ്. ഒരു ബിസിനസിന്റെ വലിയ ബിസിനസ് ആണെങ്കിൽ തന്നെ ചെറുകിട ബിസിനസ് ആണെങ്കിൽ തന്നെ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബിഹേവിയർ അത് നെസസറി ആണ്. കാരണം ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു കമ്പനി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷണൽ മാത്രമേ സാധിക്കുള്ളൂ. Okay, so employee interactions and relationship with customer are vital importance to ensure that company goals and objectives are met. അതായത് നമുക്കറിയാം, അതായത് നമ്മുടെ കമ്പനി ലക്ഷ്യങ്ങളും അതിന്റെ ഗോൾസും നിറവേറ്റണമെന്നുണ്ടെങ്കിൽ ജീവനക്കാരുമായിട്ടുള്ള ഇടപെടലും പിന്നെ നമ്മുടെ കസ്റ്റമറുമായിട്ടുള്ള ഇടപെടലും നല്ലൊരു സ്മൂത്ത് വേയിലായിരിക്കണം, അല്ലെ? അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എ പ്രൊഫഷണൽ വർക്ക് പ്ലേസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്പിയറൻസ് allow employee to take pride in their work and improve performance. അതായത് ഒരു പ്രൊഫഷണൽ ജോലി സ്ഥലത്തെ അദ്ദേഹത്തിന്റെ സ്വഭാവവും പിന്നെ ഡ്രസ് സ്റ്റൈലും ഒക്കെ കൊണ്ട് അവരുടെ എംപ്ലോയീസിന്റെ മുമ്പിൽ തന്നെ നമുക്കൊരു പ്രൈഡ് ഉണ്ടാക്കാൻ സാധിക്കണം. അതായത് ഒരു ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു എങ്ങനെ പ്രൊഫഷണലിസം ഹെൽപ്ഫുൾ ആവുന്നു. സോ ഇതൊക്കെയാണ് ഒരു 8 വേ. അതായത് എസ്റ്റാബ്ലിഷ് പ്രോപ്പർ ബൗണ്ടറീസ്, എൻകറേജസ് പേഴ്സണൽ ഇംപ്രൂവ്മെന്റ്, പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി, എസ്റ്റാബ്ലിഷ് റെസ്പെക്ട്, മിനിമൈസ് കോൺഫ്ലിക്റ്റ്, increase job satisfaction, the sense of responsibility, and last personal growth. നമുക്ക് ഓരോന്ന് നോക്കാം അല്ലെ. ആദ്യത്തെ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് പ്രോപ്പർ ബൗണ്ടറീസ്. അതായത് നമുക്കറിയാം, അതായത് പ്രൊഫഷണലിസം ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തി കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ടൈമിൽ ഏതാണോ ശരി ഏതാണോ തെറ്റെന്ന് കറക്റ്റ് നോക്കി ഡിസൈഡ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രോപ്പർ ബൗണ്ടറി വെക്കും. അതായത് പ്രൊഫഷണൽ ഇൻ ദ ബിസിനസ് എസ്റ്റാബ്ലിഷ് ബൗണ്ടറീസ് ബിറ്റ്വീൻ വിത്ത് ഈസ് കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. അതായത് ഏതാണോ ഉചിതം, ആ ഒരു സമയത്ത് ഏതാണോ ഉചിതം അല്ലാത്ത എന്ന് തീരുമാനിക്കാൻ ഉള്ള ഒരു ഡിസിഷൻ പവർ, ആ ഒരു ബൗണ്ടറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഒരു പ്രൊഫഷണലെ സംബന്ധിച്ച്. കൂടാതെ നമുക്ക് ഇപ്പം ചില സ്ഥാപനങ്ങളിൽ നമ്മുടെ മാനേജേഴ്സ് ഭയങ്കര എൻജോയബിളും നല്ല വൈബ്രന്റ് ആയ ഒരു വർക്ക് പ്ലേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചോ. എപ്പോഴും എംപ്ലോയീസിന്റെ കൂടെ ഒക്കെ കൂടി തന്റെ നിലമറന്ന് പെരുമാറുകയെന്ന് വെച്ചോ. അപ്പം എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ചിലപ്പോൾ എംപ്ലോയീസ് പോലും ചിലപ്പോൾ അത് നമ്മുടെ സാറല്ലേ, നാളെ പണിയെടുത്താൽ മതി, അങ്ങനെ ഒരു ടേംസ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട്. സോ ഈ കോൺഫ്ലിക്റ്റിനും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ ഒരു ബൗണ്ടറി വെക്കാൻ നമുക്ക് സാധിക്കും. അതായത് ഒരു പ്രൊഫഷണലിസം ബിസിനസ് കൊണ്ടുവന്നു. ഓക്കെ, സോ എൻകറേജ് പേഴ്സണൽ ഇംപ്രൂവ്മെന്റ്. അതായത് നമ്മുടെ ഒരു ആത്മവിശ്വാസം ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിന് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ് കോഡ് തന്നെയാണ്. നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പറായ ഒരു ഡ്രസ് കോഡ് നമ്മൾ കീപ്പപ്പ് ചെയ്യുക, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഡ്രസ് കോഡ് നമ്മൾ കീപ്പപ്പ് ചെയ്യുക, നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. അതുതന്നെയാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. എ ബിസിനസ് എൻവയോൺമെന്റ് ഇൻ വിച്ച് എംപ്ലോയീസ് ഡ്രസ് ആൻഡ് ഓപ്പറേറ്റ് പ്രൊഫഷണലി ഈസ് മോർ ഹെൽപ്ഫുൾ ഫോർ ബിസിനസ് സക്സസ്. ഒരു ബിസിനസ് സക്സസിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക, സപ്പോർട്ടീവ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ എംപ്ലോയീസ് പ്രോപ്പറായിട്ട് വരുന്നു, പ്രോപ്പറായിട്ട് ഡ്രസ്സ് വരുന്നു, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് പറഞ്ഞത്. ഒരു സാധാരണ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ വലിയ മീൻസ് IBM, വിപ്രോ അങ്ങനത്തെ മീൻസ് കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിൽ ഒരു ഡ്രസ് കോഡ് ഒക്കെ ഉണ്ട്. അവർക്ക് സ്വന്തമായ ഒരു ഡ്രസ് കോഡ് ഓപ്പറേറ്റിംഗ് ടീം വരുന്നുണ്ട്. അപ്പം ആരൊക്കെ എന്തൊക്കെ ഡ്രസ്സ് ഉപയോഗിക്കണം, എങ്ങനെ കസ്റ്റമേഴ്സിനെ കാണാൻ പോകുമ്പോൾ എങ്ങനത്തെ ഡ്രസ്സ് ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. കാരണം അവർ അതിന് പോലും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് വർക്ക് പ്ലേസിൽ. So managers who dress and act professionally feel better about themselves and are encouraged to perform better for their clients.
അതായത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്യാന്ന് വെച്ചോ, രാവിലെ തന്നെ ലുങ്കിയും ഒരു ഷർട്ടും ഇട്ടിട്ട് നേരെ ഓഫീസിൽ പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സ് ഒക്കെ കാണുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു അവസ്ഥ? അതുപോലെ തന്നെയാണ് ഡ്രസ് കോഡ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു കാര്യത്തിലും. നമ്മൾ ഏതൊരു മേഖലയിൽ പണിയെടുത്താലും അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഏതിന് പോയാലും അതിൻ്റെതായ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. സോ അത് കീപ്പപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും ഫസ്റ്റ് ടൈം. സോ അടുത്തത് എന്ന് പറയുന്നത് പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി എന്നാണ്. അതായത് മലയാളത്തിൽ പറഞ്ഞ ഉത്തരവാദിത്തത്തെ പ്രോത്സാഹിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രൊഫഷണൽ എങ്ങനെയായിരിക്കണം കമ്പനിയിൽ നിന്നാണ്. കമ്പനീസ് ദാറ്റ് ഇന്ററാക്ട് ഡയറക്ട്ലി വിത്ത് ക്ലയൻസ് ആൻഡ് സപ്പോർട്ട് ടു പ്രൊവൈഡ് ദ ബെസ്റ്റ് സർവീസ് ആൻഡ് പ്രസന്റ് ദയർ കമ്പനി ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. അതായത് ഒരു നമ്മുടെ ഈ ക്ലയന്റുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന കമ്പനീസ് ഉണ്ടാവില്ല, നമ്മുടെ ഈ ടെലികോളിംഗ് സിസ്റ്റംസ് ഒക്കെ ഉള്ള അപ്പൊ അവരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ താങ്കളുടെ സേവനങ്ങൾ അവര് കൊടുക്കുന്ന സർവീസ് ഏറ്റവും ബെസ്റ്റ് ആവാൻ ശ്രദ്ധിക്കും. കൂടാതെ ആ കമ്പനീനെ ഒരു മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ, തന്റെ ക്ലയന്റിന് മുമ്പിൽ ഒരു മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ കൂടി ഒരു പ്രൊഫഷണലിന് സാധിക്കും എന്നാണ് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് professionally written company reports, business plan and other correspondence help business remain accountable for their service. അതായത് നമ്മൾ പ്രൊഫഷണലി റിട്ടേൺ ചെയ്യുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊരു ഓർഡറും ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ കമ്പനീൻ്റെ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ ഉത്തരവാദിത്വം, നമ്മൾ ചെയ്യുന്ന വർക്കിനോടുള്ള കുറച്ചും കൂടെ ഉള്ള ഒരു ധാരണയും ഒക്കെ കിട്ടുന്നതാണ് പറയുന്നത്. സോ അടുത്തതെന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് റെസ്പെക്ട്. എന്താന്ന് വെച്ചാല് അതായത് ബഹുമാനം സ്ഥാപിക്കുക, മറ്റുള്ളവരുടെ ബഹുമാനം നമുക്ക് കിട്ടുക എന്നൊക്കെയുള്ള ഒരു ഇതാണ്. സോ അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രൊഫഷണലിസം ഇൻ ബിസിനസ് ഗീവ് റെസ്പെക്ട് ടു അതോറിറ്റി, ക്ലയൻസ് ആൻഡ് കോവർക്കേഴ്സ്. അതായത് ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മുടെ കോവർക്കേഴ്സിനോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി നല്ലൊരു ഇമേജ് കീപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നമുക്ക് അതായത് റെസ്പെക്ട് മറ്റുള്ളവരിൽ നിന്നും കിട്ടും. അതായത് പ്രൊഫഷണൽ ബിഹേവ് ലിമിറ്റ്സ് ഗോസിപ്സ് ആൻഡ് റൂമേഴ്സ്. ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് എന്താ പറയുക എപ്പോഴും ഗോസിപ്പ് പറയും, റൂമേഴ്സ് പറയും, അവിടെ കേട്ടെ ഇവിടെ പറയും, അങ്ങനത്തെ ഒരു വ്യക്തി അല്ലാതെ എന്താണോ തൻ്റെ ജോലി അത് ഏറ്റവും നീറ്റായിട്ട് ചെയ്യുന്നു, മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ ഹാപ്പി ആയിട്ട് ചെയ്യുന്നു ഉള്ള ഒരു ബിഹേവിയർ നമുക്ക് കമ്പനിയിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു കീപ് എ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ഈവൻ വിത്ത് ക്ലയൻസ് ഹു ബിഹേവ് ഇൻഅപ്രോപ്രിയേറ്റ്ലി. അതായത് ഒരു പ്രൊഫഷണലിന് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ. അതായത് ഇപ്പം നമ്മൾ കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് അങ്ങോട്ട് എത്ര തെറി പറഞ്ഞാലും അവർ ചീത്ത പറഞ്ഞാലും അവർ തിരിച്ചൊന്നും ഇങ്ങോട്ട് പറയാറില്ല. അവർ പ്രോപ്പർ ആറ്റിറ്റ്യൂഡായിട്ട് സാർ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കേൾക്കും. സോ അങ്ങനെ ആയിരിക്കണം ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്ലയന്റ് ഇപ്പം ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്താൽ പോലും നമ്മളോട് ദേഷ്യപ്പെട്ട് ചൂടായോ സംസാരിച്ചാൽ പോലും നമ്മൾ കീപ്പ് ആൻഡ് കാം ചെയ്ത് നമ്മളത് എന്താണ് പ്രോബ്ലംസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എപ്പോഴും ഒരു പ്രൊഫഷണൽ ശ്രമിക്കും. അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണലിസം ഉള്ള ഒരു കമ്പനി എപ്പോഴും അങ്ങനെ ആയിരിക്കും നോക്കുന്നത്. സോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മിനിമൈസ് കോൺഫ്ലിക്റ്റ്. അതായത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള പൊരുത്തക്കേടൊക്കെ ഇല്ലേ, പൊരുത്തക്കേട് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഇത് കുറയും എന്നാണ് പറയുന്നത് ഒരു പ്രൊഫഷണൽ ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. അതായത് കോൺഫ്ലിക്റ്റ് ആർ ലെസ് ലൈക്ലി ടു അറൈസ് in a professional business environment. Workers who respect each others and conduct themselves professionally or rarely have disagreement and disputes. അതായത് ഒരു പ്രൊഫഷണൽ ബിസിനസ് അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പൊരുത്തക്കേട് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം അവർ വരുന്നു, അവർ വർക്ക് ചെയ്യുന്നു, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ജോലി സംബന്ധമായ ഇത് അങ്ങനെ വെച്ച് പോകുന്നു. കൂടാതെ പരസ്പരം ബഹുമാനിക്കുകയും തൊഴിൽ സ്വയം പെരുമാറുകയും ചെയ്യുന്ന തൊഴിലാളികൾക്ക് അധികം അഭിപ്രായ വ്യത്യാസമോ ഡിസ്പ്യൂട്ടോ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പ്രൊഫഷണലിസം ഇൻ ബിസിനസ് ബെനിഫിറ്റ് വേരിയസ് എൻവയോൺമെന്റ് ഇൻ വിച്ച് ബിസിനസ് പീപ്പിൾ ആൻഡ് ദെയർ ക്ലയൻസ് ഹാവ് സെവറൽ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഓപ്ഷൻസ്. നമുക്കറിയാം നമ്മൾ ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് പല പെർസ്പെക്റ്റീവ്സും പല ഒപ്പീനിയൻസും പല ഐഡിയാസ് ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പം നമ്മുടെ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആവശ്യം നമ്മൾ കൺവേ ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷണൽ മാത്രമേ പറ്റുള്ളൂ. അതായത് സമാധാനത്തോടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനൊക്കെ ഈ ഒരു പ്രൊഫഷണലിസം ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സഹായിക്കും.
Professional behavior help business people to keep away offending members to different cultures and backgrounds. അതായത് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുണ്ടാവും, പല കൾച്ചറിലും പല ബാക്ക്ഗ്രൗണ്ടിലും ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺസ് ഉണ്ടാവും, ഷൈ ആയിട്ടുള്ള ടീംസ് ഉണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് അകറ്റി നിർത്താനും ആ ഒരു കോൺഫ്ലിക്റ്റ് വെക്കാനും നമുക്ക് ഒരു പ്രൊഫഷണൽ ബിഹേവിയർ നമുക്ക് സാധ്യമാകും. സോ ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. A professionalism establishes trust to a good extent and that help employees to work in a healthy atmosphere leading to enhanced performance. അതായത് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആയ ഒരു വ്യക്തി ഒരു പരിധി വരെ സമ്മർദ്ദത്തെ ഇല്ലാതാക്കുന്നു. ടെൻഷൻസ്, സ്ട്രെസ്, വർക്ക് ലോഡ് ഇതൊക്കെ ഇല്ലാതാക്കുന്നു. കൂടാതെ ഒപ്പം മെച്ചപ്പെട്ട പ്രകടനത്തിലേക്ക് നയിക്കുന്ന എന്താണ് ആരോഗ്യമായ എൻവയോൺമെന്റ്, നല്ലൊരു ഹെൽത്തി എൻവയോൺമെന്റ് തനിക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യാൻ അവരെ സഹായിക്കുന്നു. അതാണിത്. സോ അടുത്തെന്ന് പറഞ്ഞാൽ ദ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്ത ബോധം. അതാണ് പറയുന്നത്. People who work in a professional atmosphere can handle a task in a wider perspective of organization objectives and hence are able to own their actions and take proper decisions. അതായത് ഒരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ആ ഒരു ബാരിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതായത് ഒരു മതില്, നമുക്ക് ഏത് ഡിസിഷൻ എപ്പോൾ ചെയ്യണം, ഏതാണ് ബെറ്റർ എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ പവർ. സോ ഈ ഒരു ഡിസിഷൻ പവർ തന്നെ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ വേയിലും കിട്ടും. അതായത് നമ്മൾ ഒരു കാര്യം ദീർഘവീക്ഷണത്തോടെ കാണുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമുക്ക് ഇതിൽ സാധ്യമാകും. ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന അതാണ്. They take pride in performing the task assigned to them. ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ച് ഏതൊരു പണിയാണെങ്കിലും തനിക്ക് തന്നിരിക്കുന്ന ജോലി അത് ഉത്തരവാദിത്തത്തോടുകൂടെ അത് നിർവഹിക്കാൻ ഒരു പ്രൊഫഷണൽ എപ്പോഴും സന്നദ്ധനായി ഇരിക്കും. അല്ലെങ്കിൽ he is ready for do anything എന്ന് പറയുന്നത്. Okay, this add to the overall image of not only the employee but also enhance the value by which the organization stands. അതായത് ഇങ്ങനെ ഒരു നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു എംപ്ലോയി എന്ന രീതിയിലും ഒരു ഉയർച്ചയിലെത്തും. കൂടാതെ നമ്മുടെ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ്സിനെയും കൂടെ കുറച്ചും കൂടെ ഊന്നൽ കൊടുത്ത് നല്ല ഒരു നിലയിൽ എത്തിക്കുകയാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു നല്ല എൻവയോൺമെന്റിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണുമ്പോഴും ഓക്കെ ഈസ് ഇൻ എ ഗുഡ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ആ കമ്പനിക്കും കൂടിയാണ് മെച്ചം. സോ ഇതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അതായത് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഗ്രോത്ത്. എങ്ങനെയാണ് നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത്, ഈ പ്രൊഫഷണലിസം വരെ എങ്ങനെയാണ് നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. സോ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലിസം നോട്ട് ഓൺലി ഹെൽപ്ഫുൾ ഫോർ ജോബ് അച്ചീവ്മെന്റ്സ് but it is also provides certain dignity and pride in one's work and responsibility. അതായത് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രൊഫഷണലിസം കൊണ്ടുവന്നാൽ നമ്മൾ ഇത്രയും നേരം പഠിച്ച എന്തൊക്കെയാണ് പ്രൊഫഷണലിസത്തിന്റെ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ആവുക എന്നൊക്കെ ഉള്ളത്. സോ ഈ ഒരു പ്രൊഫഷണലിസം അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങൾ നോക്കാനും ഒരു മത്സരബുദ്ധിയോടെ എന്ത് കാര്യം ചെയ്യുന്നു, ഇങ്ങനത്തെ ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം സ്വയം ഒരു ഉത്തരവാദിത്തങ്ങളും നല്ല ഉത്തരവാദിത്തമുള്ള ആളും പിന്നെ കുറച്ച് അന്തസ്സും അഭിമാനവും ഒക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ സ്വയം വന്നു ചേരും എന്നാണ് പറയുന്നത്. സോ അടുത്തെന്ന് പറഞ്ഞാൽ പീപ്പിൾ ഗെറ്റ് അപ്രിഷിയേറ്റഡ് ഫോർ ദെയർ ഗുഡ് ക്വാളിറ്റി ഔട്ട്പുട്ട് ആൻഡ് ദെൻ ഇൻ ടേൺസ് ബിൽഡ് മച്ച് കോൺഫിഡൻസ് ഇൻ ദം. അതായത് താൻ ചെയ്യുന്ന തൊഴിലില് എന്താണ് മികച്ച ഗുണനിലവാരമുള്ള ഔട്ട്പുട്ടൊക്കെ പറ്റിയെന്ന് വെച്ചാൽ, അതായത് ഗുഡ് ക്വാളിറ്റി, നമ്മൾ ചെയ്യുന്ന ഗുഡ് കാര്യമാണെങ്കിൽ അത് അവൻ ചെയ്ത കാര്യം നല്ല ഗുഡ് ആയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു അപ്രീഷിയേഷൻ കിട്ടിയിട്ട് അതൊക്കെ ഒരു നമ്മുടെ വളർച്ചയിൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിൽ ഹെൽപ്ഫുൾ ആവും. കാരണം കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് വരുത്താൻ സാധിക്കും. ദിസ് മേക്സ് ദ മോർ സെക്യൂർ പേഴ്സൺ who is then capable of handling difficult situation with more emotional maturity. അതായത് ഇതവരെ കൂടുതൽ സുരക്ഷിത വ്യക്തികളാക്കും, ഒരു സെക്യൂർ പീപ്പിൾ ആക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ഡിസിഷൻ വരുവാ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരും, ഈ പ്രൊഫഷണൽസ് കൊടുത്താൽ അവർ കൂടുതൽ ഇമോഷണൽ കാണിക്കാതെ, മീൻസ് ഇപ്പൊ സങ്കടപ്പെടുന്ന സിറ്റുവേഷനിൽ സങ്കടപ്പെടേണ്ടതാണെങ്കിൽ പെട്ട് ഇപ്പൊ കൂടാതെ സങ്കടപ്പെട്ട് മാറിയിരിക്കുക അല്ലാതെ അതിന് എന്ത് എനിക്ക് മറുപടി ചെയ്യാം അല്ലെങ്കിൽ എന്ത് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലേ, അതുവരെ നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു സ്റ്റുഡൻസ്.